ചെയ്തത്? വലിയൊരു പാത്രത്തിൽ ആ ദിർഹം നിരത്തി വെച്ചിട്ട് രാവിലെ തന്നെ അങ്ങ് വിതരണം തുടങ്ങി. വരുന്നോൽക്കൊക്കെ അങ്ങ് വാരിക്കൊടുക്കാൻ തുടങ്ങി. വൈകുന്നേരം വരെ കൊടുത്തു. ഉള്ള മുതൽ മുഴുവനും തീർന്നു. തളർന്നവശയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ തന്റെ വേലക്കാരിയോട് മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോഴേക്കാണ് തീർന്നത്. വേലക്കാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ ഹലുമ്മീ ഫുതൂരി, നോമ്പ് തുറക്കാൻ സമയമായല്ലോ, ബാങ്ക് വിളിക്കാൻ സമയമായല്ലോ, എന്റെ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഇങ്ങ് കൊണ്ടുവാ. നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നു. എന്താ കൊണ്ടുവന്നത്? ഫജാഅത്ഹാ ബിഖുബ്സിൻ വസൈത്തിൻ, ഉണങ്ങിയ റൊട്ടിയും ഒരിത്തിരി ഒലീവെണ്ണയും ഒരു കറിയില്ല കേട്ടോ. 1,80,000 ദീനാർ വിതരണം ചെയ്ത പെണ്ണാണ്. ആ പെണ്ണിന്റെ നോമ്പുതുറയുടെ വിഭവം കൊണ്ടുവച്ചത് ഉണങ്ങിയ റൊട്ടിയും ഒരിത്തിരി സെയ്ത്തുമാണ്, ഒലീവ് ഓയിലാണ്. ഇത് കൊണ്ടുവച്ചപ്പോ ഫഖാലത്തിലഹാ, മഹദിയായ ആയിഷ ബീവിയോട് വേലക്കാരിയുടെ ചോദ്യം, 1,80,000 ദിർഹമിൽ 1,79,999 നിങ്ങൾക്ക് കൊടുത്തിട്ട് 1 ദിർഹം എന്റെ കയ്യിൽ തന്നിട്ട് ഒരിത്തിരി മാംസം വാങ്ങാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഉണക്കറൊട്ടി എണ്ണയിൽ മുക്കി തിന്നണായിരുന്നോ? ആയിഷ ബീവിയോട് ചോദ്യം. 1 ദിർഹം, 2 വേണ്ട, ഒരൊറ്റ ദിർഹം എന്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ ഞാൻ അതും കൊണ്ട് മാർക്കറ്റിൽ പോയിട്ട് ഒരിത്തിരി ആട്ടിറച്ചി വാങ്ങിക്കൊണ്ടുവന്നിട്ട് കറി വെക്കുമായിരുന്നില്ലേ? എന്തേ നിങ്ങളത് ആലോചിച്ചില്ല? എന്താ ആയിഷ ബീവിയുടെ മറുപടി? നീ എന്നെ ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ 1 ദിർഹം മാറ്റിവെക്കുമായിരുന്നു. സ്വന്തം കാര്യം അവരോർത്തില്ല. എനിക്ക് നോമ്പ് തുറക്കാൻ എന്താ ഉള്ളത് അവര് ചിന്തിച്ചില്ല. സാധുക്കൾ നോമ്പ് തുറക്കട്ടെ, പാവങ്ങളുടെ വിഷമം തീരട്ടെ, അവരല്ലേ മഹാന്മാർ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മദീനത്തെ പള്ളിയിൽ അള്ളാന്റെ റസൂലിനെ തേടി വന്ന ഒരു മനുഷ്യൻ. അയാൾ വന്നിട്ട് പറയുന്നു, നബിയേ, കാര്യം വലിയ ബേജാറിലാണ് നബിയേ, എനിക്ക് വിശക്കുന്നു വയ്യ. അവിടെന്ന് പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് പോയിക്കോ. അവിടെ ചെന്നിട്ട് പോയതിനേക്കാൾ വേഗത്തിൽ മടങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ ഭാര്യ പറയുന്നത് അവിടെ പച്ചവെള്ളമല്ലാതെ വേറൊന്നുമില്ലെന്നാണ്. ഇമാം ബുഖാരി തങ്ങൾ തന്റെ സഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന ഭാര്യന്റെ അടുത്ത് പോയിക്കോ. അവിടെയും പോയിട്ട് ഈ സാധു മടങ്ങി വന്നു, അവിടെയും പച്ചവെള്ളമേ ഉള്ളൂ നബിയേ. ഹത്താ ഖുൽന കുല്ലുഹുന്ന മിസ്ല ദാലിക്, എല്ലാ ഭാര്യമാരും പറഞ്ഞു ഇവിടെ പച്ചവെള്ളമല്ലാത്ത ഒന്നുമില്ല. പച്ചവെള്ളമല്ലാത്ത ഒന്നുമില്ല. ആരായി പറയുന്നത്? ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ ഭാര്യയല്ല, ലോക നേതാവിന്റെ ഭാര്യമാരാ പറയുന്നത് ഇവിടെ പച്ചവെള്ളമല്ലാത്ത ഒന്നുമില്ല. അവസാനം മദീനത്തെ പള്ളിയിൽ വളരെ വിഷമത്തോടെ എണീറ്റ് നിന്നിട്ട് ലോക നേതാവ് ചോദിച്ചു, ഈ രാത്രി ഈ സാധുവിനെ ആര് കൊണ്ടുപോകും? ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു സാധു എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുപോയിക്കോളാം നബിയേ, അയാളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അൻസാരികൾ എന്ന് പറഞ്ഞാൽ അവർ മഹാ അത്ഭുതമാണ് കേട്ടോ. അൻസാരികളെ മറികടക്കാൻ ലോകത്തൊരൊറ്റ മക്കൾക്കും സാധ്യമല്ല. ഉള്ളത് മുഴുവനും ദീനിന് വാരിക്കൊടുത്ത മഹാന്മാരാണ്. മക്കത്ത് നിന്ന് മുഅ്മിനീങ്ങളായ സഹാബാക്കൾ ഹിജ്റ വന്നു. ഒന്നുമില്ല, ഉള്ള മുതലൊക്കെ വലിച്ചെറിഞ്ഞിട്ടാ മദീനത്ത് വന്നത്. അള്ളാഹുവിന്റെ റസൂൽ മദീനക്കാരായ അൻസാരികളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കക്കാരൊന്ന് പരിഗണിക്കണേ. ഓരോരുത്തരെയും ചങ്ങാതിമാരായി കൊടുത്തു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എല്ലാ മുതലും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് മക്കയിൽ നിന്ന് പോയത്. ഒന്നുമില്ല, ഉടുത്ത ഡ്രസ്സ് മാത്രം, വേറൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുറഹ്മാൻ ഔഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ അബ്ദുറഹ്മാനെ, നിനക്ക് ഞാൻ ഒരു ചങ്ങാതിയെ തരാം. ആരാ നിന്റെ ചങ്ങാതി? മഹാനായ സഅദ് ഇബ്നു റബീഅ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ രണ്ടാളും ജീവിച്ചോ.
സഅദ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി തന്റെ വീട്ടിൽ. എന്നിട്ട് എന്താ പറഞ്ഞത്? എനിക്കിപ്പോ വലിയ ടൈറ്റാ, വലിയ വിഷമാ, റസൂലുള്ള പറഞ്ഞല്ലേ, എങ്ങനെ തരാതിരിക്കാന്ന് കരുതിയിട്ട് ഒരു 500 പിടിച്ചോ എന്നല്ല. മഹാനായ സഅദ് പറയുന്നു, ചരിത്ര കിതാബുകളിലൊക്കെ കാണാം ഈ സംഭവം. മഹാനായ സഅദ് പറയുന്നു, ഞാൻ വലിയ മുതലാളിയാണ്, എനിക്ക് അല്ലാഹു വലിയ മുതൽ തന്നിട്ടുണ്ട്, അതെന്റേതാണ്, ഇതെന്റേതാണ്. അതുകൊണ്ട് ഞാനിതാ എന്റെ ആകെയുള്ള മുതലിനെ പകുതിയാക്കാൻ പോകുന്നു. 1 ഏക്കർ സ്ഥലമാണ് എനിക്കുള്ളതെങ്കിൽ 50 സെന്റ് അപ്പുറത്ത് 50 സെന്റ് ഇപ്പുറത്ത് ഞാൻ പകുതിയാക്കുന്നു. ആ പകുതി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ, എന്റെ മുതലിന്റെ പകുതി അങ്ങേക്കാണ്. എന്റെ വീട്ടിന്റെ നടുവിലൂടെ ഞാനൊരു ചുമര് കെട്ടുന്നു, ഒരു ഭാഗം അങ്ങേക്കും ഒരു ഭാഗം എനിക്കും. സുബ്ഹാനല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അത്ഭുതപ്പെട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് സന്തോഷത്തോടെ ഇറങ്ങി നടക്കുമ്പോ സഅദ് പറയുന്നു, പോവല്ല, വീതം വെച്ച് കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ വീതം വെക്കാനുള്ളത്? അവരുടെ ഈമാനികമായ ആവേശം നോക്കണേ. സഅദ് പറയുന്നു, എനിക്ക് 2 ഭാര്യമാരുണ്ട്. അതിൽ ഒന്നിന് 65 വയസ്സ്, വേറൊന്നിന് 35. 65 നീ അങ്ങ് പിടിച്ചോ എന്നല്ല, എന്റെ 2 ഭാര്യമാരെയും അബ്ദുറഹ്മാൻ തങ്ങളെ ഞാൻ അങ്ങേക്ക് കാണിച്ചങ്ങ് തരാം. അവരിൽ ആരെയാണോ അങ്ങേക്ക് ഇഷ്ടമെന്ന് അങ്ങ് എന്നോടിങ്ങ് പറഞ്ഞാൽ ഞാൻ അവളെ ത്വലാഖ് ചൊല്ലിത്തരാം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങേക്ക് നിക്കാഹ് ചെയ്തു തന്നോളാം. എന്താ അവരുടെ അവസ്ഥ? അല്ലാഹു അൻസാരികളുടെ മഹത്വം കൊണ്ട്, അവരുടെ പൊരുത്തം കൊണ്ട് നമുക്ക് വിജയം നൽകുമാറാവട്ടെ. ഇന്നും മദീനക്കാരുടെ സ്വഭാവം മറ്റൊന്നല്ല, എത്ര കൊടുത്താലും മതിയാവാത്തവരാണ് മദീനക്കാർ. അപ്പോ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്ന വിരുന്നുകാരൻ അയാളെ ചോദിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് നിന്ന് ചോദിച്ചു, ആരാ കൊണ്ടുപോവുക? ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരാള് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുപോയിക്കോളാം. അയാൾ വീട്ടിൽ ചെന്ന് വീട്ടിലെ കഥയൊന്നും അയാൾ ആലോചിച്ചില്ല. ഭാര്യയോട് ചോദിച്ചു, എന്താ അവിടെ ഉള്ളത്? ഭാര്യ പറഞ്ഞു, ഇന്ന് രാത്രി മക്കൾക്ക് കൊടുക്കാനുള്ള അന്നമല്ലാത്ത വേറെ ഒന്നും ഇവിടെ ഇല്ല, വേറൊന്നുമില്ല. എന്നാ മക്കളെ പട്ടിണിക്കിട്ടിട്ട് സൽക്കരിക്കുകയോ അതിന്റെ ആവശ്യമില്ലെന്ന് പറയുകയല്ല ചെയ്തത്. പിന്നെയോ അയാള് ഭാര്യയോട് പറയുന്നത്, എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഇന്ന് നമ്മുടെ മക്കൾക്ക് അന്നം മുടക്കണം, ഇന്നെന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് അന്നം മുടക്കണം. ഇദാ അറാദുൽ അശാ, അങ്ങനെ നേരമിങ്ങനെ വൈകി രാത്രി ഭക്ഷണം വിളമ്പുന്ന സമയമായാൽ, ഉമ്മാ വിശക്കുന്നു എന്ന് പറയുന്ന മക്കളെ ഫനവ്വിമീഹിം, നീ കിടത്തി ഉറക്കിക്കളയണം, എന്നവരെ പട്ടിണിക്കിടണം. എന്നിട്ട് ആ ഭക്ഷണം ആർക്ക് കൊടുക്കണം? വിരുന്നുകാരന് കൊടുക്കണം. പോരാ, മക്കൾ ഉറങ്ങിയാൽ നീ എന്നെ അറിയിക്കണം, ഞാൻ വിരുന്നുകാരനെയും കൊണ്ട് അകത്ത് കയറും. അകത്ത് കയറുമ്പോ ഇദാ ദഖല ദൈഫുനാ, നമ്മുടെ വിരുന്നുകാരൻ അകത്തേക്കങ്ങ് കയറുമ്പോ അത്ഫി ഇസ്റാജ്, നീ വിളക്കങ്ങ് കെടുത്തിക്കളയണം പെണ്ണേ, നീ വിളക്കങ്ങ് കെടുത്തിക്കളയണം. എന്തിനാ വിരുന്നുകാരനെ ഇരുട്ടത്താക്കുന്നത്? കുഞ്ഞു മക്കൾക്ക് കൊടുക്കാനുള്ള ഈ മുറിയൻ റൊട്ടി അയാള് കണ്ടാൽ, ഞാനും നീയും പട്ടിണിയാണെന്നറിഞ്ഞാൽ അയാൾ ഇത് കഴിക്കൂലല്ലോ. അതുകൊണ്ട് വിളക്കങ്ങ് കെടുത്തിക്കളയണം, എന്നിട്ട് ഈ അന്നം അയാളുടെ കയ്യിൽ കൊടുക്കാം. വിളക്ക് കെടുത്തിയിട്ട് പൈതങ്ങളുടെ ഭക്ഷണം ഇയാളുടെ കയ്യിൽ കൊടുത്തു. ഈ 2 സാധുക്കളും ഒട്ടിയ വയറും തടവിയിട്ട് നേരം വെളുപ്പിച്ചു. സുബഹിയുടെ ജമാഅത്തിന് മദീന